ശരി. എന്താ പക്ഷേ നമ്മുടെ വീട്ടിലെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ ബുക്ക് വെച്ചിട്ടില്ലായിരുന്നു. ആ ബുക്കൊക്കെ പഠിച്ചാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ആ ബുക്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള ആ ബുക്കൊക്കെ എടുത്ത് നോക്കി പഠിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ടീച്ചർമാർ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ? അവർ പഠിച്ചിട്ട് പോകുന്നല്ലേ പഠിപ്പിക്കുന്നത്? അവിടെ വീട്ടിൽ സന്ധ്യ വരെ പഠിക്കുന്നുണ്ടോ? ഒരു വീട്ടിൽ ചെന്ന് കുറച്ചു നേരം നിങ്ങളെ പഠിപ്പിക്കേണ്ട കുറച്ചു നേരം അവർ ഇങ്ങനെല്ലാം ഒന്ന് നോക്കി പഠിച്ചിട്ട് അവർ വരുന്നത്. എന്താ നിങ്ങളെ പഠിക്കുന്നത്? ഞങ്ങൾ പ്രസംഗിക്കുമ്പോഴും എന്ത് ചെയ്യും? പഠിച്ച കാര്യങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങളിലൂടെ ഇങ്ങനെ പ്രസംഗിക്കും. അത് കഴിഞ്ഞ് ലോകത്തിൻ്റെ കാര്യങ്ങൾ, ശാസ്ത്ര കാര്യങ്ങൾ പ്രസംഗിക്കും. പിന്നെ ബൈബിളും ശാസ്ത്രവുമായിട്ട് കൂട്ടിച്ചേർത്ത് പ്രസംഗിക്കും. ബൈബിളിൽ നിന്ന് വായിക്കുന്നതും ടീച്ചർമാർ വായിക്കുന്നതും എല്ലാം പഠിക്കാനല്ലേ? എല്ലാം പഠിക്കുന്നു. ടീച്ചർമാർ വരെ പഠിക്കുന്നുണ്ട്. ടീച്ചർമാർ പഠിച്ചിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ടീച്ചർമാർ പഠിക്കും, എന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും. ലോകത്തിലെല്ലാവർക്കും പൂർണ്ണമായ അറിവൊന്നുമില്ല. അവർ പഠിച്ചാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. ഈ ഭാഷന്മാരും അച്ഛന്മാരും സന്യാസിമാരും പള്ളിയിലെ അച്ഛന്മാരും പിന്നെ ഹിന്ദുസിലെ സ്വാമിമാരെ, മുസ്ലിങ്ങളുടെ തങ്ങളുമാരെ, ഉസ്താദുമാരെ ഇവരെല്ലാം പഠിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുസ്ലിങ്ങളുടെ മദ്രസയിലില്ലേ? മദ്രസ എന്ന് പറഞ്ഞാൽ അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ സൺഡേ സ്കൂൾ പോലെ. നമ്മുടെ സൺഡേ സ്കൂൾ മലയാളം, അറബിക്കും മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. അപ്പം മലയാളത്തിലൊക്കെ പഠിപ്പിക്കും. നേരത്തെ അറബിയായിരുന്നു, ഇപ്പം മലയാളത്തിലാണ് പഠിപ്പിക്കുന്നത്. പണ്ട് അറബിക്കായിരുന്നു ബുക്കൊക്കെ. അറബിയിലാണ്. പണ്ട് മലയാളമായിരുന്നു. മലയാളം അറബിയിലായിരുന്നു. ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് ഇപ്പം കേരളത്തിലൊക്കെ മലയാളത്തിൽ ആയി. അങ്ങനെ എല്ലാ സ്റ്റേറ്റുകളിലും അവരുടെ ആ തനിതായ ഭാഷകളിലൊക്കെ ആയി. മലയാളത്തിലെ ഈ ഖുർആനൊക്കെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ഒരു 1960 അല്ല 1500 കാലഘട്ടത്തിലാണ്. AD 500 മുഹമ്മദ് നബി ജനിച്ചത്. യേശുവിന് 500 വർഷത്തിന് ശേഷം ഡിസംബർ 25 അതല്ല, അത് യേശു ജനിച്ചത്. മുഹമ്മദ് നബി എന്നാ ജനിച്ചതെന്ന് അങ്ങനെ പറയുന്നില്ല. AD 500 യേശു ADയിൽ യേശു BC ADയും കൂടെ വേർതിരിക്കുന്ന ആ കാലയളവിലാണ് യേശു ജനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷവും. ഇതാണ് BCയും ADയും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് യേശു ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 500 വർഷം കഴിഞ്ഞാണ് ആര് ജനിക്കുന്നത്? മുഹമ്മദ് നബി ജനിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാ യേശു ജനിക്കുന്നത്? അല്ലല്ല, യേശു അതിന് മുമ്പ് ജനിച്ചു. മുഹമ്മദ് നബിക്ക് 500 വർഷം മുമ്പ് യേശു ജനിച്ചു. മുഹമ്മദ് ജനിക്കുന്ന അതിനെക്കാട്ടിലും മുമ്പ് യേശു ജനിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ജനിച്ചില്ല മോനെ. മുഹമ്മദ് നബി എന്ന് പറയുന്ന ആൾ ഒരു മനുഷ്യനായിരുന്നു. പുള്ളി അന്വേഷിയായിരുന്നു. പുള്ളി ഇങ്ങനെ സത്യം അന്വേഷിച്ച് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പം അന്നത്തെ പ്രബലമായ മതം എന്ന് പറയുന്നത് ക്രിസ്തീയ മതം എന്തുവാ യഹൂദ മതമായിരുന്നു. അപ്പോൾ ആ 2 മതത്തിലും ഈ മുഹമ്മദ് നബി ചെന്ന് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞു. അപ്പം ഈ യഹൂദ മതത്തിൽ ചെന്ന് ഞാൻ പ്രവാചകനാണെന്ന് പറഞ്ഞപ്പോൾ അവർ പ്രവാചകനെ അംഗീകരിക്കണമെങ്കിൽ അത്ഭുത അടയാളം ചെയ്യണം. മോശ കാണിച്ചതുപോലെ. മഹാത്മാഗാന്ധി മരിച്ചിട്ട് 1 കൊല്ലമായി. 1 കൊല്ലമല്ല, 1 വർഷം അല്ല, 100 വർഷം. 100 വർഷമല്ല. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 സ്വാതന്ത്ര്യം കിട്ടി. അന്നേരം പുള്ളിക്ക് അദ്ദേഹം പറഞ്ഞു എനിക്ക് മന്ത്രിസ്ഥാനമൊന്നും വേണ്ട. പുള്ളി രാഷ്ട്രപതിയായിട്ട് രാഷ്ട്രപിതാവായിട്ട് പോയി ഒറ്റയ്ക്ക്. പിന്നെ അയാളുടെ കൂടെ കൂടിയത് ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, മറ്റേ ഭഗത് സിംഗ്, പിന്നെ സർദാർ വല്ലഭായ് പട്ടേൽ. ഇവരൊക്കെയായിരുന്നു അന്നത്തെ കാലത്തെ. ഗാന്ധിജി ഒറ്റയ്ക്ക് പോയപ്പോ അയാളുടെ കൂടെ കൂടിയത്. അപ്പൊ അങ്ങനെ അവർ വലിയ സഖ്യമായാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി
പതാക പൊക്കിയത് നെഹ്റുവാ. പതാക ഉയർത്തിയത്. പിന്നെ പതാക അന്നേരം പുള്ളിയല്ലോ പ്രധാനമന്ത്രി. അന്നേരം അയാളാ പ്രധാനമന്ത്രി. അപ്പം ഇന്ത്യക്ക് നിയമം എഴുതിയതാരാ? രാഷ്ട്രപിതാവ്. നിയമം എഴുതി രാഷ്ട്രപിതാവ് അല്ല, രാഷ്ട്രപിതാവല്ല, അംബേദ്കറാണ് നിയമശൃംഖലകളെല്ലാം ഇന്ത്യയുടെ പൊളിറ്റിക്കലാകുന്ന എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും. പൊളിറ്റിക്കൽ എന്ന് പറയുന്നത് ഞങ്ങളെ GK പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ 1947 അതെനിക്കറിയാം. അവിടെ ഇത് ബ്രിട്ടീഷുകാരെ ഓടിച്ചതിൻ്റെ ആൾക്കാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യം അവർ ഇന്ത്യക്കാര് എല്ലാവരും ജനങ്ങളെല്ലാം കൂടിയിട്ട് UK പോലെയല്ലേ ബ്രിട്ടീഷുകാരുടെ പതാക, അത് UK-ക്കാരെ ഓടിച്ചു വിട്ടിട്ട് ഇന്ത്യ പതാക പ്രിന്റ് ചെയ്തിട്ട് ഒഴുത്തിയിട്ടാണ് ജനഗണമന ആദ്യമായിട്ട് പാടുന്നത്. അതിനു മുമ്പെയാണ് വന്ദേമാതരം പാടിയത്. പിന്നെ ജനഗണമന അതിനായക പാടി. അങ്ങനെ വന്ദേമാതരവും ജനഗണമനയൊക്കെ അത് ഒരേ കാലഘട്ടത്തിൽ എഴുതി. വന്ദേമാതരത്തിനേക്കാളും കൂടുതൽ ജനശ്രദ്ധ നേടിയതും ഇന്ത്യക്ക് വേണ്ടി വളരെ വ്യക്തമായ ഇന്ത്യയുടെ കാഴ്ചപ്പാട് വെളിപ്പെടുത്തിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. അദ്ദേഹമാണ് ജനഗണമന എഴുതിയത്. രവീന്ദ്രനാഥ് ടാഗോർ. പിന്നെ വേറെ ഈ വന്ദേമാതരം പാടുന്നത് സ്കൂളിൻ്റെ പഠിപ്പിക്കുന്ന മുമ്പ് വന്ദേമാതരം പഠിപ്പിക്കുമ്പോൾ പാടുന്നത്. പിന്നെ ജനഗണമന പാടുന്നത് സ്കൂൾ വിടുമ്പോൾ. ഞങ്ങളുടെ വന്ദേമാതരം രാവിലെ ജനഗണമനയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഞങ്ങളെ കുറെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനഗണമന വന്ദേമാതരം നമ്മുടെ ക്ലാസ്സിലെ അതിന് ജനഗണമന പാടുമ്പോൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അടിക്കുന്നു. പിന്നെ വേറെ ഒന്നുണ്ട്. വന്ദേമാതരം പാടുമ്പോൾ അതിൻ്റെ അവസാനം പാടുമ്പോൾ ആരെങ്കിലും ബാഗി കൈകെ വെച്ചാൽ ഞങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് മിസ്സില്ലേ കാപ്പിക്കുരുവിൻ്റെ വടി ഉണ്ടപ്പോൾ ആ കൈവെള്ളയിലൂടെ അടിച്ചാൽ മതി, നല്ല സൂപ്പർ അടി കിട്ടും. അതുകൊണ്ട് ഞങ്ങളെ ബുധനാഴ്ച മാത്രം ഞാൻ പതുക്കെ പോകുന്നുള്ളൂ. പിന്നെ കുറച്ചൊക്കെ ഓടി പോകുന്നുണ്ട്. പിടിക്കുന്നൊന്നുമില്ല, ഓടുന്നവരെ പിടിക്കും.